സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, നമ്മൾ ഇപ്പോൾ കാണുന്നത് അമേരിക്കയ്ക്ക് യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന രീതിയിലാണ്. സാമ്പത്തികമായി ഇറാനെ ഞെരുക്കുന്നു, സാമ്പത്തികമായി ഞെരുക്കി അവരെ ഞങ്ങൾ പൂട്ടിക്കഴിഞ്ഞു എന്ന്, അങ്ങനെ ഒരു നേട്ടം തങ്ങൾക്കുണ്ടായി എന്ന് അമേരിക്ക കരുതുമ്പോഴും അമേരിക്കയുടെ തന്നെ പടക്കപ്പലിൽ സൈനികർ തമ്മിലടിക്കുന്ന രീതിയിലേക്ക്, കാര്യം ഏതാണ്ട് 9 മാസത്തിലധികമായി ഈ പടക്കപ്പലൊക്കെ ഹോർമൂസിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ട്. സാർ, ശരിക്കും ഇപ്പോൾ അമേരിക്കയിൽ തന്നെയും ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഒറ്റപ്പെടുകയാണോ ഈ ഇറാൻ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയ ശേഷം? അമേരിക്ക ഒറ്റപ്പെടുന്നു നമുക്ക് ഭാഗികമായിട്ട് പറഞ്ഞാലും ട്രംപിന്റെ നിലപാടുകൾ കൊണ്ട് അദ്ദേഹം ആണ് ഒറ്റപ്പെടുന്നത്. അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഇതിനകത്തിലെ പഴി കേൾക്കേണ്ടി വരുന്നത്. ട്രംപാണ് ശരിക്കും ഒറ്റപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭീതിയും കൂടെ വന്നു കഴിഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസത്തെ ഇറാൻ ആക്രമണം ഭയന്ന് രക്ഷപ്പെട്ട് ഓടിയതുമായിട്ട് ബന്ധപ്പെട്ട് ഭീതിയും കൂടെ വന്നതോടുകൂടി ആകെ കൂടെ ഒരു അരക്ഷിതാവസ്ഥ. ഇത് നേരത്തെ അവർ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അമേരിക്കയുടെ കരസൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും ഈ മരുഭൂമിയിലോ വെള്ളത്തിലോ ഒന്നും യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് കരയിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് അവർക്ക് ഈ കാലാവസ്ഥ പിടിക്കത്തില്ല അമേരിക്കൻ സൈനികർക്ക്. ഈ പേഴ്സണോട് ചോദിച്ചില്ലേ എബ്രഹാം ലിങ്കൺ കപ്പലിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ. എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു യുദ്ധക്കപ്പലാണ്. ഈ യുദ്ധക്കപ്പല് കഴിഞ്ഞ ഒരു 8-9 മാസമായിട്ട് പശ്ചിമേഷ്യ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഏതാണ്ട് 5000-ഓളം സൈനികരാണ് അതിനകത്തിലുള്ളത്. അമേരിക്കൻ സൈനികര കപ്പലിനകത്തുണ്ട്. ഇപ്പൊ അത് ഹോർമൂസിന് കാവല് കിടക്കുകയാണ്. അപ്പൊ 8-9 മാസമായിട്ട് ഈ ഹോർമൂസ് കടലിടുക്കല് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ സൈനികര്. ഇവർക്ക് നമ്മൾ പറയില്ല, കോഴിക്ക് കൊടുക്കുന്നത് പോലെ തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് ആഹാരവും അതിനോടൊപ്പം തന്നെ കുറച്ച് ഇറച്ചിയൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആഹാരത്തിന്റെ കാര്യത്തിൽ ക്ഷാമം ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പക്ഷേ അവർക്ക് ഭീഷണിയുണ്ട്. ഏത് സമയം ഇറാന്റെ മിസൈൽ അവരുടെ തലയ്ക്ക് മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ യൂറോപ്പ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇവരുടെ മിസൈലുകൾ പറക്കുകയാണ്. അതേപോലെ തന്നെ ഹോർമുസിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നു ഇറാൻ ഒരു മിനിറ്റ് പോലും പിന്മാറുന്നില്ല. ഇപ്പൊ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ IRGCയുടെ പ്രസ്താവന വന്നത് കണ്ടില്ല, റവല്യൂഷണറി ഗാർഡിന്റെ പ്രസ്താവന. യുദ്ധം ഏതാണ്ട് അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. പരമോന്നത നേതാവ് ഖമൈനിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മകൻ വന്നെങ്കിലും മകനും മാരകമായ മുറിവേറ്റ് കിടക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 3-ാം നിരയിൽ IRGC നേരിട്ട് തന്നെ യുദ്ധം ഏറ്റെടുത്തിരിക്കുകയാണ്. അവര് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് കണ്ടില്ലേ, എന്ന് ഈ ട്രംപ് പരാജയപ്പെടുന്നു, ഒരു പക്ഷേ യുദ്ധത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, ട്രംപിന്റെ പരാജയം കണ്ട ശേഷമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. അതല്ലെന്നുണ്ടെങ്കിൽ ട്രംപിനെ വധിക്കും. ആ വിഷയം നിലനിൽക്കുകയാണ്. ട്രംപിനെ നെതന്യാഹുവിനെ വധിച്ച ശേഷമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു പ്രഖ്യാപനം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത്ര രൂക്ഷമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ കപ്പലിനകത്തിൽ സംഭവിച്ചിരിക്കുന്ന വിഷയമാണ്. ഈ 5000-ഓളം പട്ടാളക്കാരെ ഒരു പണിയുമില്ലാതെ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവർക്ക് സുരക്ഷിതത്വമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ പറഞ്ഞത് ക്ലീനിങ് ഒക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളും ഉണ്ടെന്ന് പറയുന്നു. കാരണം ഇതിന്റെ എല്ലാം പ്രാഥമിക 5000 പേർക്ക് ഒരു ദിവസം അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ, പ്രാഥമികമായ കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ആവശ്യത്തിനുള്ള ടോയ്ലറ്റുകൾ, അതിന്റെ ക്ലീനിങ്, ശുദ്ധവൃത്തിയുടെ കാര്യത്തിൽ അമേരിക്കൻ സൈന്യം എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് അത്തരം കാര്യങ്ങളിൽ. അപ്പൊ അതിനുള്ള മതിയായ സൗകര്യങ്ങളില്ല. അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറവില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ചില മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയല്ല, റേഷനാണ്, വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ പറയുന്നു. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരക്ഷിതാവസ്ഥ. അവർ ഈ തലയ്ക്ക് മുകളിൽ കൂടെ മിസൈലുകൾ തലങ്ങും വിലങ്ങും പറക്കുന്നു, ജീവന് ഭീഷണിയായിട്ടിരിക്കും. ഇതിലൊക്കെ ഉപരിയായിട്ട് കുടുംബത്തെ കാണാൻ പറ്റുന്നില്ല. അമേരിക്കൻ പട്ടാളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇപ്പൊ അവര് അഫ്ഗാൻ മരുഭൂമി നമ്മൾ കണ്ടതാണ്, വിയറ്റ്നാമിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് അഫ്ഗാൻ മരുഭൂമിയിൽ നിന്ന് അമേരിക്കയെ പെട്ടെന്ന് സൈനികരെല്ലാം പിൻവലിച്ചു പോകാനുള്ള കാര്യം എന്താണ്? അവിടുത്തെ തീവ്രവാദം ഒതുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് 5-6 മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പൊടിക്കാറ്റ് താങ്ങാൻ പറ്റുന്നില്ല. ആ കാലാവസ്ഥ അമേരിക്കൻ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും തണുത്ത കാലാവസ്ഥ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചൂട് താങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാനൊക്കത്തില്ല. അങ്ങനത്തെ മനുഷ്യരാണ്. അവിടുത്തെ പട്ടാളക്കാരുടെ സ്ഥിതി തന്നെയാണ്. അവരെന്ത് ചെയ്യാൻ പറ്റും? ഈ മരുഭൂമിയിലെ പൊടിക്കാറ്റും ചൂടും പറ്റാതെ വന്നപ്പോഴത്തേക്ക് അവർ വലിയ പ്രശ്നമായി.
അതിനകത്തിൽ തന്നെ 1-2 പേര് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കയിൽ അതിനെക്കാട്ടി പറ്റിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ മറ്റ് ലോകരാജ്യങ്ങളെ പോലെ അല്ല. ഒരു സൈനികൻ മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ മരണം തന്നെ വലിയൊരു സംഭവമാണ്. അമേരിക്കൻ പത്രങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അവിടെ ചരമം, ഇവിടെ നമ്മുടെ പത്രങ്ങൾക്കൊക്കെ ചരമത്തിന് ഒരു പ്രത്യേക പേജാ, 1-2 പേജുകളാണ്. അമേരിക്കൻ കൗണ്ടികളിലൊന്നും ചരമ വാർത്ത ഇല്ല. മരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് അത്തരം കാര്യങ്ങൾ. വല്ലപ്പോഴും അങ്ങാണ് 2-3 മാസം കൂടുമ്പോഴെങ്ങാണ് ഏതെങ്കിലും വല്ല പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു ചെറിയ ചരമ വാർത്ത അതിനകത്ത് വരത്തുള്ളൂ. അപ്പൊ പട്ടാളക്കാരൻ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനൊക്കാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർ പിന്മാറിയത്. ഇതുപോലെ ഇറാനുമായിട്ട് നേരിട്ടുള്ള യുദ്ധത്തിൽ മാത്രമേ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയൂ എന്നുള്ളത് അമേരിക്കയ്ക്ക് മനസ്സിലായി. മറ്റേ ആകാശം രക്ഷയില്ല, കടലും രക്ഷയില്ല. പിന്നെ അതിനാണ് ഈ 5000 പട്ടാളക്കാരെ ഏബ്രാഹിങ്ങളെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് തമ്പടിപ്പിച്ചത്. പക്ഷെ അവർക്കിടയിൽ പ്രശ്നങ്ങളാണ്. വീട്ടുകാരെ കാണാതെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ, ചുമ്മാ ഇന്നും കുടിച്ചും മാത്രം കഴിച്ചു എത്ര കാലം ജീവിക്കാൻ പറ്റും സാർ? അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ അവരുടെ കരസേന മേധാവി അല്ലെങ്കിൽ അവരുടെ സൈനിക മേധാവി പീറ്റ് ഹെഡിനെ കണ്ട് ഈ സൈനികരുടെ കുടുംബം ഞങ്ങളുടെ ഭർത്താക്കന്മാർ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നൊക്കെയുള്ള വിവരം ധരിപ്പിച്ചു എന്ന് പറയുന്നു. അവരുടെ ഈ പട്ടാളക്കാരുടെ ഒരു മീറ്റിങ്ങിനിടയിലേക്ക് ഈ കുടുംബം ചെന്നു എന്നും അങ്ങനെ അവരുടെ ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബനാഥന്റെ പ്രശ്നം വളരെ രൂക്ഷമാണ്, അവരുടെ മാനസികാവസ്ഥ വരെ വളരെ വല്ലാത്ത രീതിയിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പകരം വേറെ ഇപ്പൊ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലിനെ പിൻവലിച്ചിട്ട് മറ്റൊരു കപ്പൽ അവിടെ എത്തിക്കാനും ഉള്ള ശ്രമം നടക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അങ്ങനെയാണ് അവരെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇടയ്ക്ക് 1 വർഷം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യും. 1 വർഷം കൂടുമ്പോൾ പട്ടാളക്കാരെ ആദ്യം മാറ്റി, ഒരു ബാച്ചിനെ മാറ്റി 2ാം ബാച്ചിനെ കൊണ്ടുവന്നു. പിന്നീട് അത് 6 മാസത്തേക്കും മാറ്റി. വിയറ്റ്നാമിൽ അങ്ങനെ തന്നെയാണ്. 6 മാസം കൂടിയപ്പോഴേ പട്ടാളക്കാരെ മാറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ 6 മാസമൊന്നും അവർക്ക് തങ്ങാൻ പറ്റുന്നില്ല ഈ പ്രദേശത്തെ. അവിടുത്തെ പട്ടാളങ്ങൾ സുഖലോലുപരാണ്. അമേരിക്കയിൽ എന്താണ്? അമേരിക്കയിൽ വലിയ പ്രശ്നങ്ങളും സംഭവങ്ങളൊന്നുമില്ല. അവിടുത്തെ പട്ടാള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗരാജ്യത്തിലെ ജീവിക്കുന്നതിന് തുല്യമാണ്. ഒരു പ്രശ്നങ്ങളുമില്ല. ആവശ്യത്തിന് ഭക്ഷണം, മദ്യം, എന്താ വേണമെങ്കിൽ അങ്ങനെ ഏത് തരത്തിലും അവർക്ക് കഴിഞ്ഞുകൂടാം. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള കുടുംബജീവിതവും സുഖകരമായ കുടുംബജീവിതം. അമേരിക്കയിൽ പട്ടാളത്തിലൊരു പണി കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ കാലാവസ്ഥയും അരക്ഷിതാവസ്ഥയും കുടുംബത്തെ കാണാതിരിക്കലും ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഭാര്യമാരൊക്കെ ചെന്നത്. കാരണം വലിയ ആശങ്കയുണ്ട് അവരെ സംബന്ധിച്ച്. ഇത് തെരഞ്ഞെടുപ്പിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഒരാളെ പെറ്റീഷന് വന്നാൽ തന്നെ അതിനെ വലിയ ഗൗരവത്തിൽ പരിഗണിക്കും. പ്രത്യേകിച്ച് സൈനിക സേവനത്തിന് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ട്രംപിന്റെ പരിപാടി എന്താ കാണുന്നത്? ട്രംപിന് ഇപ്പൊ അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ചോ അവിടുത്തെ യുദ്ധം ചെയ്യുന്ന പശ്ചിമേഷ്യയിൽ കിടക്കുന്ന സൈന്യങ്ങളെ കുറിച്ചൊന്നും ട്രംപിന് വലിയ ആശങ്കയില്ലെന്നുള്ളതാണ്. ആശങ്കയില്ലായ്മ എന്താണ്? അദ്ദേഹത്തിന് സ്വന്തം തടി രക്ഷിക്കുക. സ്വന്തം തടി രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് അദ്ദേഹം ഓടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ കണ്ടില്ലേ? കണ്ടത് അദ്ദേഹത്തിന് എന്തായിരുന്നു? തുർക്കിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവരുടെ എയർഫോഴ്സ് 1 വിമാനം എന്ന് പറയുന്ന ലോകത്ത് ഇത്രയും സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു വിമാനമില്ല. അത് ഖത്തർ കൊടുത്തതാണ്. ഖത്തർ അവരുടെ വകയായിട്ട് അമേരിക്കൻ എയർബേസിന്റെ പ്രതിഫലം അവിടെ സ്ഥാപിച്ചതിന് പ്രതിഫലമായിട്ട് ഖത്തർ സംഭാവന ചെയ്ത വലിയ സംവിധാനമുള്ള വലിയ വിലയുള്ള എയർഫോഴ്സ് 1 വിമാനം എന്ന് പറയുന്നത്. അതിനകത്തിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഒരു സന്ദേശം വരുന്നു. അത് മൊസാദാണത് ചോർത്തിയതെന്നാണ് പറയുന്നത്. മൊസാദ് ചോർത്തിയിട്ട് പറയുന്നു ഇറാൻ ഒരു പക്ഷെങ്കിൽ വിമാനത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് മടങ്ങുന്ന വിമാനത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള മെസ്സേജ് വരും. അപ്പൊ വിമാനത്തിനകത്തിൽ കയറിയ ട്രംപ് തിരിച്ചിറങ്ങിയതെതിരെയോടാണ്. മുൻവശത്തെ വാതിലിൽ കൂടെ കയറി പുറവശത്തെ വാതിലിൽ കൂടെ ഇറങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ വിമാനത്തിനകത്ത് ആരെല്ലാം ഉണ്ട്? അവിടെ മാർക്കോ റൂബിയോ ഉണ്ട്, അമേരിക്കൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അതായത് ഭരണത്തിന് 4ാമനായ. ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4ാമനാണ്. ഭരണ ചുമതലയിൽ 4ാമനായ മാർക്കോ റൂബിയോ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അതിനകത്തിലുണ്ട്. അതുപോലെ അമേരിക്കയിലെ വലിയ പ്രസിദ്ധമായ ജേർണലിസ്റ്റുകളും ഉണ്ട്. അവരെ ഈ നാറ്റോ വന്നവരാണ്. അവരോട് വിമാനത്തിനകത്ത് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി ഉണ്ടായിരുന്നു അല്ലെ? അവര് വിമാനത്തിലിരിക്കുകയാണ്. അതെ. സമയത്ത് ഇയാളിറങ്ങി രക്ഷപ്പെട്ടു. കാരണം ഇപ്പൊ അവരെല്ലാവരും പറയുന്നത് വിമാനത്തിന്റെ സൈഡ് ഷട്ടർ എല്ലാം അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ചില മുന്നറിയിപ്പ് വന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട്.
അപ്പൊ ആ സമയത്ത് എന്താണ് മുന്നറിയിപ്പ് എന്നറിഞ്ഞില്ല. പക്ഷെ ഇതിനിടെ ട്രംപ് പുറകെ കൂടെ അറിയിപ്പ് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ചില മാധ്യമങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ട്രംപ് ഈ വിമാനത്തിലിരുന്ന മാർക്ക് റൂബിയോയോടും ജേർണലിസ്റ്റോടും ഒക്കെ പറഞ്ഞു, എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ എന്തായാലും നിങ്ങൾ കരുതിയിരിക്കണം, നിങ്ങൾ സുരക്ഷിതരായിട്ട് അങ്ങ് നാട്ടിലെത്തണമെന്ന് എന്ന് പറഞ്ഞാൽ ഞാനിതാ പോകുന്നു, നിങ്ങൾ വേണേ വന്നു എന്നുള്ള മട്ടില്ല. പിന്നെ മനുഷ്യന്റെ ആദ്യം കയറാൻ വേറെ വല്ലതും വേണോ? അപ്പൊ എന്തോ സംഭവം ഉള്ളതുകൊണ്ട് വിമാനത്തിൽ നിന്ന് പ്രസിഡന്റ് രക്ഷപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത മെസ്സേജ് ആണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനായി എന്നാണ് പറയുന്നത്. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം പ്രസ് സെക്രട്ടറി രാജിവെച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രസ് സെക്രട്ടറി ചെറുപ്പക്കാരിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എനിക്ക് കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോകണം, എന്റെ മക്കളെയൊക്കെ വളർത്തുന്ന ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ടായതാണ്. അപ്പൊ അവര് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അമേരിക്കയിൽ എന്തൊക്കെയോ ഉരുണ്ടു കൂടുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞില്ലേ, ട്രംപിനെ നമ്മൾ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളിലും അസാധാരണത്വം നിൽക്കുകയാണ്. ഭയം അദ്ദേഹത്തെ വരിഞ്ഞു സാർ, അപ്പോ മുറുക്കിയിരിക്കുകയാണ്. ഒരു ചോദ്യം നമുക്കിവിടെ ചോദിക്കാനുള്ളത്, ഈ വരാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പില് ഇത്തരം വിഷയങ്ങൾ ട്രംപിനെ വല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അതുകൂടെ ഒന്ന് പറയാമോ സാർ? ഇതിനെ നമുക്കത് സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയുടെ യുദ്ധത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അയ്യപ്പദാസെ, അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്ര കോടി ഡോളറാണ് അവര് ഈ യുദ്ധ മുന്നണി ചെലവഴിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്യുകയാണ്. അവിടുത്തെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രശ്നങ്ങൾ, അവരുടെ ആരോഗ്യ സുരക്ഷ, പിന്നെ അതേപോലെ തന്നെ പെട്രോൾ ഡീസൽ വില, എണ്ണ വില, അതുപോലെ ട്രാൻസ്പോർട്ടിംഗ് ഫീസ്, ഇതെല്ലാം 50-60% വർദ്ധിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ ജീവിത ചെലവ് കുതിച്ചുയരുകയാണ്. അപ്പൊ ഈ സമയത്ത് അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യം മതി. ഒരു പെട്ടെന്നൊരു ഭരണമാറ്റത്തിനോ ഒരാളിനോട് അപ്രീതി ഉണ്ടാകുന്നതിനോട് വളരെ പെട്ടെന്ന് മതി. ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്ന ചില അൺഒഫീഷ്യൽ സർവേകൾ പറയുന്നത് ട്രംപിന് 30% ആളുകളുടെ പോലും ഇപ്പൊ പിന്തുണയില്ലെന്നാണ് റിപ്പബ്ലിക്കൻസ് പാർട്ടിക്ക്. വലിയ ഗുരുതരമായ പ്രശ്നം അദ്ദേഹം നേരിടുമെന്നാണ് പറയുന്നത്. ഈ നവംബറിൽ വരാൻ പോകുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥിതി എന്താണെന്ന് ഒന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ 30 ഉള്ളെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി യുദ്ധം നീണ്ടുപോയാലോ? ഇറാനിതറിയാം, ഇത് ഇറാൻ അറിയാം. അതുകൊണ്ടാണ് IRGC ഇന്നലെ പറഞ്ഞത് ട്രംപിന്റെ. അതുപോലെ സാർ, നമുക്ക് ഒരു കാര്യം കൂടെ ഇതിന് ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ സാർ. സാർ, അതുപോലെ ഇസ്രായേലിലും തെരഞ്ഞെടുപ്പ് വരികയാണ്. നെതന്യാഹുവിന്റെ കാര്യവും നെതന്യാഹു ഓൾറെഡി തന്നെ ഇറങ്ങിക്കഴിഞ്ഞത്. ഇപ്പൊ ഒക്ടോബറിലാണല്ലോ ഈ പ്രാസെ, അത് ഒക്ടോബറിലാണ്. നെതന്യാഹു ഫീൽഡിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മറ്റു കാര്യങ്ങളാണ്. അദ്ദേഹം ഇതുപോലെ നെഗറ്റീവുകൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ ഒരു വീരപരിവേഷം, ഞാൻ ഇസ്രായേലിനോട് അടിച്ചു നിൽക്കുന്നു, ഹമാസിനോട് അടിച്ചു നിൽക്കുന്നു, പിന്നെ ഇറാനോട് അടിച്ചു നിൽക്കുന്നു, ഹമാസിനോട് അടിച്ചു നിൽക്കുന്നു എന്നൊക്കെ പറയുകയാണ്. പക്ഷെ പറയുന്നെങ്കിലും ഒരടി കൊടുക്കുമ്പോൾ 4 അടി മേടിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹം. അതെ. പിന്നെ ആകെ കൂടെ അദ്ദേഹത്തിന് എടുത്തു പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ പരമോന്നത നേതാവിനെ ഞാൻ തീർക്കും, ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്നൊരു അഭിമാനകരമായ ഒരു കാര്യം പറയാം. അതേ ഉള്ളൂ. പക്ഷെ രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? സാറി പറഞ്ഞ പരമോന്നത നേതാവിനെ വധിച്ചത് തന്നെയാണ് ഇറാനേറ്റ ഏറ്റവും വലിയ മുറിവ്. അതുകൊണ്ട് തന്നെ ഇറാൻ അമേരിക്ക യുദ്ധം നിർത്താൻ ശ്രമിച്ചിരുന്നാലും ഇറാൻ നിർത്താൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അവർക്കുണ്ടായ വേദന അതല്ലേ? തീർച്ചയായിട്ടും ഇറാൻ അങ്ങനെയാണ്. ഇറാന്റെ പ്രതിജ്ഞ അങ്ങനെയാണ്. അതായത് ഡൊണാൾഡ് ട്രംപിനെ അല്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും ഞങ്ങള് ഭിത്തി ചാരി അവരുടെ പടത്തിൽ ഫോട്ടോ ഇട്ട് അമേരിക്കക്കാരനും ഇസ്രായേലുകാരനും പിന്നെ വിളക്ക് കത്തിക്കുന്നത് വരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിളക്ക് കത്തിക്കുന്നവരെ, അല്ലെങ്കിൽ ഭിത്തിയിൽ പടമായിട്ട് ഒട്ടിക്കുന്നത് വരെ ഞങ്ങള് സമരം ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പോരാടുമെന്നാണ് പറയുന്നത്. രണ്ടുപേരും പതിക്കും. അവർ പരസ്യമായിട്ട് പറഞ്ഞത് രണ്ടുപേരും നമുക്ക് ലോക ജനതയ്ക്ക് ഈ പറയുന്ന കപ്പലിനകത്തെ അസ്വാരസ്യം, പട്ടാളക്കാരുടെ അസ്വാരസ്യം ഒരു സൂചനയാണ്. അമേരിക്ക ചിലതൊക്കെ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സൂചനയാണ്. എന്തായാലും ഇതിന്റെ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് തുടർന്നും ഇരിക്കാം. നന്ദി. താങ്ക് യു സർ.